അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു ആസ് എ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ പുതിയ കളക്ടർ ജോയിൻ ചെയ്തു. അപ്പോൾ പുതിയ കളക്ടർ ജി പ്രിയങ്ക IAS ആണ് ഇപ്പോൾ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ. വായു ഗുളികക്കാർ രാവിലെ കണ്ടു. ബൈക്കുകാരൻ കുറേ വായു ഗുളികക്കാരുണ്ട്. വായു ഗുളിക മേടിക്കാനെന്ന രീതിയിൽ ഓടിച്ചു പോണ ചില ടീമുകളുണ്ട്. സിയാസ് എന്ന എൻ്റെ റേഞ്ചിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ. ഈ ഇതിൻ്റെ എറ്റിയോസ് മേടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പ്രൈസ് ഉള്ളതാണ്. പെട്രോൾ വെർഷൻ, ഡീസലല്ല, പെട്രോൾ വെർഷൻ. വലിയ വില വ്യത്യാസം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. മറ്റേ സിറ്റിക്ക് പ്രൈസ് ഒരുപാട് കൂടുതലായിരുന്നു. 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 1 ലക്ഷം ആയിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവർ പ്രൈസ് കൂട്ടി 2 ലക്ഷം രൂപയ്ക്ക് മേലെയൊക്കെ. ഈ ഹോണ്ടയുടെ സാധനമൊക്കെ മേടിക്കാൻ, ഹോണ്ടയല്ല ജാപ്പനീസ് സാധനം ഒന്നും മേടിക്കുന്ന സേഫ് അല്ല, ക്വാളിറ്റി ഇല്ല. ജപ്പാൻ്റെ എന്ത് പ്രോഡക്റ്റിനും നോ ക്വാളിറ്റി. അത് ടൊയോട്ട ആയാലും ഹോണ്ട ആയാലും പേര് മാത്രമേ ഉള്ളൂ, ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി ഇല്ലാത്തതാണ് ഇവിടെയുള്ള സർവീസ് സെൻ്ററുകാർ നശിപ്പിച്ച് കളയണമെന്ന് അറിയില്ല. സാധനത്തിന് ക്വാളിറ്റി ഇല്ല. നമ്മളോരോന്ന് സർവീസിന് കൊടുക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓതറൈസിൽ കൊടുക്കണം നിർത്തി, മതിയായി. ഞാൻ പഴയ കാറും ബൈക്കും, ബൈക്ക് 20 കൊല്ലവും കാറ് 10 കൊല്ലവും ഒരു ഓതറൈസിലും കൊടുത്തില്ല, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഓതറൈസിൽ കൊടുത്ത് നശിപ്പിച്ച് കളഞ്ഞ വണ്ടി. നിപ്പോൺ ടൊയോട്ട, അത് മറ്റവൻ്റെ പേരിന് കോണ്ടിനെൻ്റ് ടയർമാർ ഇപ്പോൾ യാത്ര ചെയ്യാൻ നല്ല സുഖം കേട്ടോ, കംഫർട്ട് കൂടിയുണ്ട്. പക്ഷെ കസിൻ പറഞ്ഞാൽ അതായിരിക്കില്ല. നമ്മുടെ അയൽവക്കത്തുള്ള കസിൻ പുള്ളി പറഞ്ഞത് പുതിയ ടയർ മാറ്റിയിടുമ്പോൾ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അത് ഏത് ടയർക്കാലും വരുന്നതാണ്. കാരണം നമ്മൾ പഴയ ടയർ കുറേ നാൾ ഓടിച്ചിട്ട് പുതിയതിലേക്ക് മാറുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. കാരണം പഴയ ടയർ
5-6 കൊല്ലം പഴക്കമല്ലായിരിക്കും. എൻ്റെ ടയർ 6 കൊല്ലമല്ല, ഒരു എൻ്റെ ടയർ 6 കൊല്ലം അല്ലായിരുന്നു, 9 കൊല്ലം പഴക്കമുണ്ടാകും. അതുകൊണ്ടായിരിക്കട്ടെ ഒരു ആക്സിഡൻറ്റിൽ അതിൻ്റെ ഫ്രണ്ട് ടയർ പൊട്ടിപ്പോയത്. സാധാരണ ടയർ അങ്ങനെ പൊട്ടാറില്ല. അന്നൊരു 7 കൊല്ലത്തിലൊരു ആക്സിഡൻറ്റിൽ അത് ആ ടയർ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലെ ടയർ പൊട്ടിപ്പോയി. ഇത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, പഴക്കം കൊണ്ട് പൊട്ടുന്നതാണ് ടയർ. പിന്നെ ഈ പഴക്കി സൈഡിൽ ക്രാക്ക് വീണ് തുടങ്ങിയാണെന്ന് പറഞ്ഞു. ക്രാക്ക് വീഴുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ അതുതന്നെ മെറ്റൽ പീസുകൾ ഇത് തമ്മിൽ ബന്ധിപ്പിച്ച് കിടക്കണ്ട, അത് തുരുമ്പെടുക്കുന്ന പറഞ്ഞു, വെള്ളം അങ്ങനെ ഇങ്ങനെ ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെന്നോ, മെഷ് പോലെ നല്ല സാധനമൊക്കെ ഉണ്ടെന്നോ അതിൻ്റെ ടയറിനുള്ളിൽ, എന്തൊക്കെയാണെന്നറിയില്ല. അത് 5 yearsആണ് അവർ ഗ്യാരണ്ടി കൊടുക്കണം മിക്ക കമ്പനിക്കാരും ടയറിന്. 5 എന്ന് പറഞ്ഞാൽ 6 years വരെ മാക്സിമം ഉപയോഗിക്കാം. അത് ഞാനൊക്കെ 9 years ഉപയോഗിച്ചു, അത് ഇച്ചിരി ഓവറാണ്. പക്ഷേ എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 30,000 കിലോമീറ്റർ കവറാവില്ല 6 കൊല്ലം കൊണ്ട് നമ്മുടെ റൈഡിങ് വെച്ച്. നമ്മൾ നല്ല ടയർ ഒരു 50,000 കിലോമീറ്റർ മേടിക്കുള്ള ഇതൊക്കെ 50,000 കിലോമീറ്റർ കിട്ടുന്നത്. 50,000 കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു MRF 37,500 കിലോമീറ്റർ കിട്ടിയത്. അതെങ്ങനെ പോയാലും 37,400 കിലോമീറ്റർ, അതെങ്ങനെ പോയാലും ഒരു 2,500 കിലോമീറ്റർ സുഖമായിട്ട് പോകും. അതിന് മുമ്പ് മാറ്റി, അതിൻ്റെ അത്ര മറ്റേ സ്റ്റോപ്പർ ലെവൽ എത്തുന്നതിന് മുമ്പാണ് ഞാൻ മാറ്റിയത്. 9 വർഷം ആയതുകൊണ്ട് മാറ്റിയത്. $40,000 കിലോമീറ്ററാണെന്ന് പറഞ്ഞു MRF ടയറിന്. സാധാരണ MRF ടയറിൻ്റെ ഒരു ലൈഫ് ടൈം ഇവരുടെയൊക്കെ അറിയില്ല. ഇതൊക്കെ 40 ആയിരിക്കും കിട്ടുമായിരിക്കും ഈ പിന്നെ കോണ്ടിനെൻ്റിലൊക്കെ. ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. പക്ഷേ എനിക്ക് എത്ര കിട്ടിയാലും കാര്യമില്ല, എനിക്ക് 30 വരെ കിട്ടിയാൽ മതി. കാരണം ഞാനിത് 30,000 ഓടുമ്പോഴത്തെ 6-5 30 6 കൊല്ലത്തിൽ കൂടുതൽ എടുക്കും. 30,000 കിലോമീറ്റർ 6 കൊല്ലം കൊണ്ട് 6-6 30 6-5 30 5,000 കിലോമീറ്റർ ഓടില്ല. എൻ്റെ 4,000 ഓടുള്ളൂ. 5,000 വെച്ച് കൂട്ടിയാലും 64 24 74 28 7 വർഷമാവും നമുക്ക് ഇത്രയും എത്തുമ്പോഴത്തേക്കും. ഈ 30 കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എനിക്ക് ഈ ടയറൊക്കെ, മറ്റേ ടയർ 9 വർഷം ഉപയോഗിച്ചിട്ടാണ് ഞാൻ 37,500 എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ 7 വർഷം കഴിഞ്ഞ് മാറ്റുമ്പോൾ ചിലപ്പോൾ 30 കഴിഞ്ഞിട്ടുണ്ടാവുള്ളായിരിക്കും ടയറിന്. പക്ഷേ ത്രെഡ് സ്റ്റോപ്പർ ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മുടെ യൂസേജ് ഈ ലെവലിലാണ്. ഈ ലെവലിൽ കൂടുതൽ അങ്ങനെ വരാൻ വഴിയില്ല. ഇനിയിപ്പം പിള്ളേർ ആണെങ്കിൽ അവർ വേറെ വണ്ടി മേടിക്കില്ലുള്ളൂ. അവരിപ്പോൾ ഈ നമ്മുടെ ഈ പന്നാസി വണ്ടി കൊണ്ട് നടക്കില്ലല്ലോ. അവരുടെ റൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ റൈഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ പഴയ വണ്ടി ആയില്ല, 9 വർഷം കഴിഞ്ഞ് 10 വർഷമായി. ഇത് കുറച്ച് കഴിയുമ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്.